ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്ക് ടി വി. ഇന്നത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ന്യൂസ് നോക്കാനാണ് വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് വെസ്പയുടെ ഡ്രാഗൺ എഡിഷൻ 946 എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ചെയ്തതൊക്കെ ഓക്കെ, വെസ്പയുടെ മോട്ടോർ സൈക്കിൾസ് ഒക്കെ ഇടയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു 150cc ആയിട്ടുള്ള ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഈ ഒരു മോഡലിന്റെ വില വരുന്നത് 14.28 ലക്ഷം രൂപയാണ്. ഏകദേശം 15 ലക്ഷം രൂപയൊക്കെ ഓൺ റോഡ് പ്രൈസിൽ വരുന്ന ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡലാണ് വെസ്പ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മോഡല് കളക്ഷൻ ആയിട്ടുള്ള ആളുകൾ എടുക്കാന്നല്ലാതെ ഒരു പർപ്പസ് എന്ന് പറയുന്ന രീതിയിൽ ആരും എടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു 150 അല്ല 155cc ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതുള്ളത്. അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി എന്ന് പറയാനായിട്ട് വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഒരു സ്റ്റീൽ മോണോകോക്ക് ഫ്രെയിം വരുന്നുണ്ട്, പിന്നെ സിംഗിൾ സൈഡ് ആയിട്ടുള്ള സിംഗാം വരുന്നുണ്ട്, 12 ഇഞ്ച് വീല് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുന്നത് ലൂണാർ ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് ഹോങ്കോങ്ങിലത്തെ. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് വെസ്പ ഈ ഒരു സ്കൂട്ടർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കളക്ഷൻ മോഡലിന് മാത്രമാണ്. എന്തുകൊണ്ട് 14 അല്ലെങ്കിൽ 15 എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അതിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടില്ല. ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണോ ഈ ഒരു 15 ലക്ഷം എന്ന് പറയുന്ന ഒരു പ്രൈസ് പോയിന്റ് വന്നേന്നുള്ള കാര്യം, അത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. വേറെ വലിയ സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഇന്നത്തെ രണ്ടാമത്തെ ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോന്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ മുൻപ് ഹീറോ ഓട്ടോ എക്സ്പോ ഷോക്കേസ് ചെയ്തിരുന്ന ഹീറോ കരീഷ്മേനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റണ്ട് മോട്ടോർ സൈക്കിൾ പോലത്തെ മോട്ടോർ സൈക്കിൾ, ആ ഒരു മോട്ടോർ സൈക്കിൾ അവർ സെയിലിന് കൊണ്ടുവരുന്നുണ്ട്. ലിമിറ്റഡ് ആയിട്ട് നമ്പേഴ്സേ ഉണ്ടാവും എന്ന് പറയുന്നു. ഏകദേശം 100 നമ്പേഴ്സേ ഉണ്ടാവും എന്ന് പറയുന്നു. സെന്റിനൽ എന്ന് പറയുന്ന ഏകദേശം 100 വർഷത്തെ ഒരു ആനിവേഴ്സറി എഡിഷൻ പോലത്തെ ഒരു മോഡലാണ്. ഏറ്റവും ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഒരു മോഡൽ മാത്രമേ അവർ സെയിൽ ചെയ്യുമെന്നാണ്. പക്ഷേ ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ഏകദേശം 100 മോഡൽസ് ഹീറോ സെയിൽ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇനി ഒരു മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ കരീഷ്മ ഏറ്റവും പുതിയ XMR-നെ ബേസ് ചെയ്തിട്ട് കൊണ്ടുവന്ന മോഡലാണ്. കാണാനായിട്ട് വൃത്തിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റണ്ടിങ് മോട്ടോർ സൈക്കിളിനെ പോലത്തെ ഒരു ഡിസൈൻ ഒക്കെയാണ്. പക്ഷെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ആക്സസറീസ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യം ചില ബോഡി പാർട്സുകളൊക്കെ കാർബൺ ഫൈബർ ബോഡി പാർട്സ് ആണ്. പിന്നെ മെഷീൻ ആൻഡ് ആനോഡൈസ് ചെയ്തിട്ടുള്ള ഹാൻഡിൽ ബാർ മൗണ്ടുകൾ, ട്രിപ്പിൾ ക്ലാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എക്സോസ്റ്റ് അക്രാപ്പോവിച്ചിന്റെ ഫുൾ ടൈറ്റാനിയം എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിംഗിൾ സീറ്റ് ആയിട്ടുള്ള കാർബൺ ഫൈബർ പില്യൺ സീറ്റ് ആണ് വരുന്നത്. പില്യൺ സീറ്റിന്റെ കൗൾ വരുന്നുണ്ട്. പിന്നെ വെയിറ്റ് വരുന്നത് 158 കിലോഗ്രാം ആണ്. ഏകദേശം സ്റ്റോക്ക് ആയിട്ടുള്ള ഹീറോ കരീഷ്മ XMR-നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 5.5 കിലോഗ്രാം വെയിറ്റ് കുറഞ്ഞ ഒരു മോഡലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിന്റെ കാര്യമൊന്നും ഇതുവരെയായിട്ടും അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഗ്യാസ് ചാർജ് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ ആണ് ഈ ഒരു മോഡലിന്റെ കുറച്ച് അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ലുക്കിന്റെ കാര്യം നമുക്ക് അറിയാലോ, അത്രയും വലിയൊരു ലുക്കൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ പറഞ്ഞ ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള കളക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കോ വാങ്ങിക്കാമെന്ന് മാത്രം. അതല്ലാതെ വലിയ ഒരു മാസ് പ്രൊഡക്റ്റ് എന്നൊന്നും പറയാനായിട്ടില്ല. ഇനി അടുത്തൊരു ന്യൂസ് നമ്മുടെ ട്രയംഫിന്റെ അടുത്തുനിന്നാണ്. ട്രയംഫിന്റെ സ്പീഡ് 400-ഉം സ്ക്രാംബ്ലർ 400X-നും ഏകദേശം 10,000 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. 1 ഇയർ ആനിവേഴ്സറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു 10,000 rupees ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നുന്നു. ട്രയംഫിന്റെ മോട്ടോർ സൈക്കിൾസ് വലിയ മോശമില്ലാത്ത മോട്ടോർ സൈക്കിൾസ് തന്നെയാണ്. അത്യാവശ്യം ഓടിക്കാനായിട്ട് രസമുണ്ട്. പിന്നെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഫസ്റ്റ് ബാച്ച് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ബാച്ച് അല്ലെങ്കിൽ പുതിയ വരുന്ന ബാച്ചിൽ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു അപ്ഡേറ്റ് ഞാൻ ഉടൻ തരുന്നതായിരിക്കും. കുറച്ചധികം മോട്ടോർ സൈക്കിൾസിന്റെ അപ്ഡേറ്റ് ഞാൻ തരാത്തതുണ്ട്. ഓൾറെഡി സെയിൽ ആയിരിക്കുന്നത്. അതൊക്കെ ഞാൻ എന്തായാലും ഒന്നും കൂടി ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് ഞാൻ അതിന്റെ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ഇനി അടുത്ത വമ്പിച്ചൊരു ന്യൂസ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവാസാക്കിയുടെ KLX 230S എന്ന് പറയുന്ന മോഡൽ, അല്ലെങ്കിൽ കവാസാക്കി KLX 230. ഞാൻ ഓൾറെഡി അതിനെ കുറിച്ചൊരു വീഡിയോ 2-3 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കവാസാക്കിയുടെ 230cc ആയിട്ടുള്ള ഒരു എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ ഓൾറെഡി സ്പൈ ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. സോ അത് അഗെയിൻ സ്പൈ ഷോട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സ്പൈ ഷോട്ട് ചെയ്തിരിക്കുന്നതിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാരി ഗാർഡ്, നമ്പർ പ്ലേറ്റ്, റിയർ ഗ്രാബ് ബാർ. സോ ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ അതിൽ കണ്ടു കഴിഞ്ഞു. സാരി ഗാർഡൊക്കെ ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ പ്രൊഡക്റ്റാണ്, മെയിൻ ആക്സസറിയാണ്. സോ അതൊക്കെ അതെല്ലാം വെച്ചിട്ടുള്ള ഒരു മോഡൽ സ്പൈ ചെയ്തിട്ടുണ്ട്. പൂനെയിലാണ് സ്പൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ കവാസാക്കിയിലെ KLX 230 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത് തന്നെ. അപ്പൊ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വില കുറച്ചിട്ട് ചിലപ്പോൾ കവാസാക്കി ഈ ഒരു മോഡല് ലോഞ്ച് ചെയ്യാം. ഹീറോ എക്സ്പൾസ് പല മോട്ടോർ സൈക്കിളിനും വലിയ രീതിയിലുള്ള റൈവലായിട്ട് മാറാനും സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാ.